ഹലോ, വെൽക്കം ടു വാലന്റീന വ്ലോഗ്സ്. ഞാൻ നിങ്ങളുടെ മഞ്ചേരിയാക്കിൽ. സോ കുറേ നാൾക്ക് ശേഷമായിരിക്കും എൻ്റെ ഫേസ് എല്ലാവരും ഒന്ന് കാണുന്നത്. കുറേ പേര് മറന്നിട്ടുണ്ടായിരിക്കും. സാരമില്ല, ഞാൻ കറക്റ്റായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഇനി കറക്റ്റായിട്ട് എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ നോർമൽ സ്കിന്നായിട്ട് ഇപ്പം മുഖത്തൊന്നും ഇട്ടിട്ടില്ല, വീട്ടിൽ നിൽക്കുന്ന അതേ കോലത്തിൽ നിൽക്കുകയാണ്. എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടാൻഡാണ്, പിമ്പിൾസ് വന്നതിൻ്റെ പാടും കുത്തും ഗോമയും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. കുറച്ച് എന്താ പറയുക, എന്നെ തന്നെ കെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് ബിസി ആയിപ്പോയി. അപ്പം അതൊക്കെ കാരണം ഫേസ് ഫുള്ള് ഡള്ളായിരിക്കുകയാണ്. അപ്പം ഇതെനിക്ക് മാറ്റിയെടുക്കണം. പിന്നെ 2 ദിവസത്തിനുള്ള എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പം അതിനു വേണ്ടി ചെന്നൈയിൽ പോകണം. അപ്പോൾ നാളെ യാത്രയാണ്. അപ്പം അതിനു മുന്നേ ഫേസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നങ്ങനെ വിചാരിച്ചിരുന്നപ്പോൾ ഫേഷ്യൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫേഷ്യൽ ചെയ്യാന്ന് വെച്ചപ്പോൾ വൈകുന്നേരമാണ് ഫംഗ്ഷൻ. അപ്പോൾ എനിക്ക് കുറച്ച് ഗ്ലോയി സ്കിൻ ആയിരിക്കണം. അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു ഗോൾഡൻ ഫേഷ്യൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വീട്ടിൽ തന്നെ ഏത് സാധനം എടുത്ത് ഏതിൻ്റെ ഗോൾഡൻ ഫേഷ്യൽ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ നാച്ചുറൽസിൻ്റെ ഗോൾഡൻ ഫേഷ്യലിൻ്റെ പാക്കറ്റ് കയ്യിരിക്കുന്ന കാര്യം ഓർത്തത്. അപ്പോൾ അത് വെച്ചൊരു ഫേഷ്യൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ. ഇത്രയാണ് നമ്മുടെ പാക്കിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ പാക്കറ്റിൽ ഫസ്റ്റ് വന്നിട്ട് ക്ലെൻസിങ്, അവിടെ ക്ലെൻസർ ഓക്കെ, ഇതാണ് ക്ലെൻസർ, ദെൻ സ്ക്രബ്, പിന്നെ ഒരു മസാജിങ് ക്രീം വരുന്നുണ്ട്, മസാജിങ് ജെൽ വരുന്നുണ്ട്, പാക്ക് വരുന്നുണ്ട്. ഇതിൽ എന്തുകൊണ്ടാണ് ഈ 2 തന്നേക്കുന്നതെന്ന് വെച്ചാൽ, മസാജിങ് ക്രീമും മസാജിങ് പാക്ക് തന്നേക്കുന്നത് വെച്ചാൽ, ഇത് ഫോർ ഡ്രൈ സ്കിൻ ആൻഡ് ദിസ് ഇസ് ഫോർ ഓയിലി സ്കിൻ. ഡ്രൈ സ്കിൻ ആണെങ്കിൽ മാക്സിമം ക്രീം പ്രോഡക്റ്റിലോട്ട് പോവാം മസാജിന് വേണ്ടിയിട്ട്. അല്ല, എനിക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ ജെൽ ടൈപ്പിലോട്ട് പോവാം. ഇത് സ്കിൻ ടൈപ്പ്. ഇപ്പം പ്രോബ്ലമാറ്റിക് സ്കിന്നാണ്, എനിക്കിപ്പം വന്നിട്ട് കോമ്പിനേഷൻ സ്കിന്നായിട്ട് കൺവേർട്ട് ആയിരിക്കുകയാണ് എൻ്റെ ഫേസിൽ. സോ എനിക്കിപ്പം എനിക്ക് ഈ ഭാഗം ഡ്രൈ ആണ്, ടീ ഏരിയ ഓയിലി ആണ്. പക്ഷെ എന്തുകൊണ്ട് പിമ്പിൾസ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോർമോണൽ ചേഞ്ച് ആണ്. ഓക്കെ, സോ അതിന് ഞാൻ ഫേസിൽ വേറെ ഒന്നും ചെയ്യാറില്ല. അലോവേറ ജെൽ മാത്രമേ ഞാൻ ഫേസിൽ യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ കുറേ മാറി ഇപ്പം നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ സ്കിന്ന് വന്നിട്ട്. സോ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലമാറ്റിക് സ്കിൻ ആണെങ്കിൽ നമ്മൾ ക്രീം പ്രോഡക്റ്റ് യൂസ് ചെയ്യരുത്, ജെൽ പ്രോഡക്റ്റിലോട്ട് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്കിൻ ടൈപ്പ് എപ്പോഴും നോക്കിയിട്ട് വേണം നമ്മൾ പ്രോഡക്റ്റ് വാങ്ങാനും അത് യൂസ് ചെയ്യാനും. ദെൻ ഡേറ്റ്, എല്ലാത്തിൻ്റെ ഡേറ്റ് നോക്കി വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ലാസ്റ്റ് എൻ്റെ ഫേഷ്യലിന് ശേഷം ഉള്ള എൻ്റെ ഫേസ് ഓക്കെ, എന്ത് ഡിഫറൻസ് അല്ലേ. നേരത്തെ കണ്ടതിനെ വെച്ച് നോക്കുമ്പം ടാനൊക്കെ റിമൂവ് ആയി നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ മാനുവൽ മസാജൊക്കെ ചെയ്യുമ്പം നെക്സ്റ്റ് ഡേ ആയിരിക്കും അതിൻ്റെ ഒരു ഗ്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്കിപ്പോഴേ എൻ്റെ ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. ഫേസൊക്കെ നല്ല സോഫ്റ്റായി, ഇങ്ങനെ എന്താ പറയുക, നല്ല ഡ്രൈ ആയിട്ട് സ്കിന്നൊക്കെ ഭയങ്കരമായിട്ടങ്ങ് ഇറുകിയിരുന്ന ഒരു ഫീലായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി. സോ
എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യുക. ഓക്കെ, ഇനി എൻ്റെ അങ്ങോട്ട് കറക്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങളുടെ മുന്നേ വരുന്നതായിരിക്കും. സോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടെങ്കിലേ നല്ല രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. സോ കീപ് സപ്പോർട്ടിങ്. ഓക്കെ, താങ്ക് യു, ബൈ.